ശരീരത്തിൻ്റെ ഭാഷയാണ് നൃത്തം. സംസ്കാരങ്ങളുണ്ടായ കാലം മുതൽക്കേ നൃത്തത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. മുദ്രകളിലൂടെ, ചുവടുകളിലൂടെ, പാട്ടുകളിലൂടെ, അംഗവിന്യാസങ്ങളിലൂടെ, മുഖാഭിനയങ്ങളിലൂടെയെല്ലാം വികാര വിചാരങ്ങളെ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കലാണ് നൃത്തം ചെയ്യുന്നത്. അത്തരത്തിൽ നൃത്തം അഭ്യസിക്കുന്ന ശ്യാമള സുരേന്ദ്രൻ എന്ന നൃത്ത അധ്യാപികയും അവർ നടത്തിവരുന്ന ധരണി എന്ന നൃത്തവിദ്യാലയത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. എനിക്ക് കുട്ടിക്കാലത്ത് ഡാൻസ് വലിയ ഇഷ്ടമായിരുന്നു, കോളേജ് ഡേയ്സ് ആൻഡ് സ്കൂൾ ഡേയ്സ്. പക്ഷേ ക്ലാസിക്കൽ ആർട്ട് ഫോമായിട്ട് പഠിക്കാൻ വേണ്ടി ഐ ഡിഡ്ന്റ് ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി. സ്കൂളിൽ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് യൂസ് ടു സ്റ്റേ ടുഗെദർ. അപ്പോൾ ചേമഞ്ചേരി കുഞ്ഞിരാം അവർ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ഐ യൂസ് ടു ജോയിൻ ദറ്റ് ക്ലാസ്. പക്ഷേ ഡാൻസസ് കാണും എന്നല്ലാണ്ട് ഐ നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി. ഐ സ്റ്റിൽ റിമെമ്പർ a girl called OK Lalitha, സ്നേഹസീമ, പണ്ടത്തെ സ്നേഹസീമേൻ്റെ അകത്ത് യങ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ചെയ്ത് ആ കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലവ്ലി പെർഫോമൻസ്. ദെൻ ഐ സോ ഇന്ദ്രാണി റഹ്മാൻ, അന്ന് ഐ തിങ്ക് 56 or 70 60s, നോട്ട് 60, 58 മറ്റേ മിസ് ഇന്ത്യ ആയിരുന്നു. സോ ഷീ കെയിം ടു പെർഫോം കണ്ണൂരിൽ. And I watched her performance. അതെല്ലാം ഭയങ്കര ഇങ്ങനെ സംതിങ് ദറ്റ് റിയലി പുൾഡ് മീ ഡൗൺ. പക്ഷേ ഐ ഡിഡ്ന്റ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ കോളേജിൽ നിന്ന് കുറച്ച് ഉഴപ്പത്തിയായിരുന്നു. അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നിന്നപ്പം ഐ somehow got into the arts club. അപ്പോൾ ഡാൻസിന് പേര് കൊടുത്ത കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ പോയി നിന്ന്. അങ്ങനെ ഐ റിയലി ഡു നോട്ട് നോ ഹൗ ഐ എൻഡിഡ് അപ്പ് പെർഫോമിങ്. ഒരു നടനമാടിനാർ എന്നും പറഞ്ഞിട്ട് രാഗം അറിയില്ല, താളം അറിയില്ല. അത് അവിടുന്ന് പഠിപ്പിച്ച് തന്ന് ഐ ജസ്റ്റ് വെൻറ്റ് ആൻഡ് ഡിഡ് ഇറ്റ് ഓൺ ദ സ്റ്റേജ് വിത്ത് അനദർ ഗേൾ. പിന്നെ ആ ഫസ്റ്റ് പ്രോഗ്രാമിന് തന്നെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് സംബഡി ഗേവ് മീ എ ഗോൾഡ് മെഡൽ, കണ്ണൂരിലൊരാൾ. അപ്പം അത് കഴിഞ്ഞപ്പം ഐ വാസ് നോൺ ആസ് എ ഡാൻസർ കണ്ണൂരിൽ. ബട്ട് ഐ ഡിഡ്ന്റ് നോ എനിത്തിങ്. ദാറ്റ് വാസ് ദ ട്രൂത്ത്. കല്യാണം കഴിഞ്ഞിട്ട് വെൻ ഐ വെൻറ്റ് സെയിൽ ചെയ്ത് സിംഗപ്പൂരിൽ പോയപ്പം എൻ്റെ ആസ്ക് മീ വെദർ ഐ ഡൺ ആൻ അരങ്ങേറ്റം. ഞാൻ പറഞ്ഞു ആ അരങ്ങേറ്റം ചെയ്ത്. ഐ തോട്ട് ഡൂയിങ് വൺ ഐറ്റം ഇസ് ആൻ അരങ്ങേറ്റം. അപ്പോൾ എല്ലാം അവിടെ എല്ലാം കഴിഞ്ഞു, അരങ്ങേറ്റം കഴിഞ്ഞാച്ച് നിന്നല്ലോ തമിഴിലിങ്ങനെ പറയുന്നത്. ഐ വാസ് വണ്ടറിങ് വൈ ഇറ്റ് വാസ് സോ ഇമ്പോർട്ടൻറ്റ് ഒരു ഐറ്റം ചെയ്യുന്നതിന്. അത് കഴിഞ്ഞ് ദെൻ ഇൻ wherever I, like when there's a meeting or anything like that, my husband says she'll dance എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഡാൻസ് ബോംബെയിൽ നിന്ന് ഇങ്ങനെ പോയപ്പോൾ ഒരു വലിയ ഡാൻസ് മാസ്റ്റർ എടുക്കുക രാഘവൻ നായർ. ഈസ് എ ഫേമസ് ഡാൻസ് സ്കൂൾ ദെയർ ഇൻ ബോംബെ. രാഘവൻ നായർ അടുക്ക പോയിട്ട് പോയപ്പം മൈ ഹസ്ബൻഡ് സെഡ് ഷീ വാസ് എ ഡാൻസർ ഇൻ കോളേജ്. അപ്പം പറഞ്ഞ് രാഘവൻ നായർ ചോദിച്ച് എന്താ അറിയാം? ഞാൻ പറഞ്ഞു ഭരതനാട്യം. എന്താ ഐറ്റം അറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നടനമാടിനാർ ആൻഡ് വേണുഗാൻ എന്ന കോരിയൻ മനം. അതും ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3rd year ഡിഗ്രിക്ക്. അപ്പം ഇത് പാടിത്തന്നു. വസന്തരാഗം അടതാളം എന്ന് ചോദിച്ചാൽ എനിക്ക് രാഗം അറിയില്ല, താളം അറിയില്ല. അപ്പോൾ പറഞ്ഞ് പാടിത്തന്നപ്പോൾ പറഞ്ഞ് ഇത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടാം, നീ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ഐ ഹാഡ് മൈ ചൈൽഡ് 2.5-3 വയസ്സുണ്ട്. ആൻഡ് I was quite plump, very fat actually. ആ ബോംബെ ആ ഫ്ലാറ്റിൽ നിന്ന് രാഘവൻ നായർ പാടി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുക്ക മിസ്റ്റർ രാഘവൻ നായർ പറഞ്ഞ്, ക്യാപ്റ്റൻ വൈ ഡോണ്ട് യു ലെറ്റ് ഹർ കണ്ടിന്യൂ ദ ഡാൻസ്, ഐ നോ ഷീ മസ്റ്റ് ഹാവ് ബീൻ ഗുഡ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ദിസ് ഹൗസ് വാസ് ഇൻ ബാൻഡ്ര ടു കൊളാബ. ഐ മെയ്ഡ് മൈ ഹസ്ബൻഡ്സ് ലൈഫ് മിസറബിൾ. അയ്യോ ഞാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. So just to pacify me, just to put me from irritating him, he said, if you're so interested, get somebody to come home and teach എന്ന് പറഞ്ഞു. അങ്ങനെ ആ വേർഡിൻ്റെ മേലെ ഞാൻ എപ്പോൾ ലീവിൽ വരുമ്പോൾ ആരെങ്കിലും ഡാൻസ് ടീച്ചർ ഇവിടെ ഈ വീട്ടിൽ ധരണി, ഇത് സിറ്റിംഗ് റൂം ആക്ച്വലി ഐ സ്റ്റാർട്ടഡ്. Then I got Dhanjan sir, ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റ്, ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസിലുള്ള മിസ്റ്റർ CE ജനാർദ്ദൻ എന്ന് പറഞ്ഞ്. ഹി ഹാഡ് കം ടു കൊച്ചിൻ എവിടെയോ ക്ലാസ് എടുക്കാൻ വേണ്ടി. ആൻഡ് ഇറ്റ് വാസ് ഇൻ വർക്കിംഗ് ഔട്ട്. സോ he യൂസ് ടു കം ഹിയർ എവറി ഡേ. അങ്ങനെ ഇവിടുന്ന് പഠിക്കാൻ തുടങ്ങി ഞാൻ.
I was like a demented person. ഇങ്ങനെ പഠിച്ച് ഒരു വിതിൻ I think 1 year, 1.5 year ആകുമ്പോൾ മാസ്റ്റർ പറഞ്ഞു എനിക്ക് അരങ്ങേറ്റം ചെയ്യാൻ. ഹി ടോൾ മീ അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒരു ഫുൾ റെപ്പറ്റോർ ചെയ്യുന്നതാണ്. മാർഗം, ദാറ്റ് ഇസ് അലാരിപ്പ്, ജതിസ്വരം, ശബ്ദം, വർണ്ണം, and then padam, kirtanam and javali, whatever, 2-3 items like that, and then tillana. അപ്പോൾ ഇത് മുഴുവൻ ചെയ്യുന്നതാണ് അരങ്ങേറ്റം എന്ന് പറഞ്ഞപ്പം when this man master told me that, അപ്പോഴാണ് എനിക്ക് കണക്ട് ചെയ്യുന്നത്. in 72 when this the people said, അരങ്ങേറ്റം കഴിഞ്ഞ് എന്നെ അതിശയായി നോക്കുന്നത് ഇതുകൊണ്ടാണ്, because I never knew. I thought doing one item is അരങ്ങേറ്റം. anyway, അങ്ങനെ ഇവിടെ തുടങ്ങി. ബിഫോർ മൈ അരങ്ങേറ്റം ഇൻ ഗുരുവായൂർ ഐ ഹാഡ് ടു ഗോ ആൻഡ് ഷോ ഇറ്റ് ടു ദഞ്ജൻ സർ. എൻ്റെ മാസ്റ്റർ സി ജനാർദ്ദൻ മാസ്റ്റർ ഗുരുവായിരുന്നു. അവിടെ പോയി മദ്രാസിൽ പോയി ചെയ്ത് I saw the classes. I was a little frightened about classes എല്ലാം കാണുമ്പോൾ they were all really professional dancers പോലെ ചെയ്യുന്നു. അപ്പോൾ രാവിലെ 6:30 മണിക്ക് പോകണം എന്ന് പറഞ്ഞ് ക്ലാസ് ദഞ്ജൻ സർ. അവിടെ പോയപ്പം സർ പറഞ്ഞു, എന്താ ഇങ്ങനെ പേടിച്ചു പോലെ ഇരിക്കുന്നത്? എനിക്ക് പേടിയാണ് സർ, ഇന്നലത്തെ ആ കുട്ടികളെ വൈകുന്നേരത്തെ ബാച്ച് വാസ് സോ ഗുഡ് എന്ന് പറഞ്ഞു. നീ അതൊന്നും നോക്കണ്ട, അവർ എൻ്റെ അടുക്ക 10-15 കൊല്ലമായി, യു ഡു വാട്ട് യു നോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അടവ് ചെയ്ത് അലാരിപ്പ് ചെയ്ത് അത് കഴിഞ്ഞപ്പം പറഞ്ഞു, ഇതിനാ നീ പേടിച്ചത് എന്ന് ചോദിച്ച്. അപ്പം എനിക്കൊരു ചെറിയൊരു സമാധാനം, അത്ര മോശമല്ല എന്ന്. So about 10-15 days I was in Bharat Kalanjali ചെന്നൈയിൽ. അവരുടെ കയ്യിൽ they polished me, they asked me what I was doing, and then I learnt 2 items, Padambol, Krishnani Begana Baro and Bhajamana, and then I did my Arangetram in Guruvayur. And ഗുരുവായൂർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ലയൺസ് ക്ലബിൽ mentor was, I had a neighbor who's really molded me. ഭാർഗവി നമ്പ്യാർ എന്ന് പറഞ്ഞ് ജസ്റ്റ് അല്ല ഭാസ്കരൻ നമ്പ്യാർ സിസ്റ്റർ, ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ സിസ്റ്റർ. ഷീ വാസ് മൈ റോൾ മോഡൽ. ഷീ യൂസ് ടു ടെൽ മീ റീഡ്. അങ്ങനെയാണ് ഞാൻ റീഡിങ് ഹാബിറ്റിലേക്കും like when I told her that I've started taking up dance seriously, she said, can we fix up a program? അങ്ങനെ ലയൺസിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ കണ്ണൂരിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ടിക്കറ്റഡ് പ്രോഗ്രാം ആയിട്ട് they invited me to perform കണ്ണൂരിലെ ടൗൺ ഹാളിന്. അതിനു വേണ്ടി പകൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സോ അതിന് മുൻപേ എന്തായാലും അരങ്ങേറ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഗുരുവായൂരിൽ അരങ്ങേറ്റം ചെയ്തത്. ദെൻ there's no looking back at all. Dance has been everything to me. വന്നിട്ട് പഠിക്കും. ഐ സീ ഗ്രൂപ്പ് ചെയ്തിട്ട് എങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് ഐ ട്രൈ ടു ഗിവ് ദെം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് വരുന്നത് എന്തായാലും പ്രയാസപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ 30 വയസ്സൊന്നും ഒരു വയസ്സല്ല. യു ക്യാൻ ലേൺ എനിത്തിങ്. ദർ ആർ പീപ്പിൾ ഹു ആർ സ്റ്റാർട്ടിങ് അറ്റ് 40 എല്ലാം വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഐ ഹവ് ഗോട്ട് എ സ്റ്റുഡൻറ്റ് ഹൂസ് എ ഗ്രാൻഡ് മദർ. മോന് മക്കളുണ്ട്, 12 വയസ്സുള്ള ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. ഷീ സ്റ്റിൽ പെർഫോമിങ്. ഷീ കെയിം എ ലിറ്റിൽ ഏർലിയർ. അവളെ ഷിയർ വിൽ പവർ ദാറ്റ് ബ്രോട്ട് ഹർ ടു ദിസ് ഡാൻസ്. അപ്പോൾ ഡാൻസ് നമുക്ക് ഇറ്റ്സ് നോട്ട് എ നെസസിറ്റി. അതാ വേറെ ഒരു കാര്യം. ഞാൻ ധരണിയിൽ നൃത്യം പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 27 ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഇപ്പം. സോ ഫ്രം ദ വെരി ബിഗിനിങ് ഞാനിവിടെ പഠിക്കാൻ തുടങ്ങി പിന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ട വന്നിട്ടില്ല. ഇവിടുത്തെ എല്ലാം ലൈക്ക് ടീച്ചിങ്ങും ടീച്ചറും ബാക്കി എല്ലാ ആംബിയൻസും കൊണ്ടും നമ്മൾ ഒരു ആർട്ട് ഫോമിനെ നമ്മൾ എങ്ങനെ ലവ് ചെയ്യണം, അതിനൊരു കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകണം, നമുക്കതിനെ എങ്ങനെ ഇംബൈബ് ചെയ്യാൻ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു ടൈപ്പിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്കും ഇതിനോടൊപ്പം തന്നെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നമ്മൾ ആർട്ട് ലെവലിനകത്ത് നമ്മൾ എന്താ പറയുക സ്റ്റേജ് പെർഫോമൻസും ഒന്നും അല്ലെങ്കിലും നമ്മൾക്ക് കുറേയും കൂടെ ആർട്ടിനെ ലവ് ചെയ്യാനും നമുക്കതിനെ ഡീപ്പറായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനും ഉള്ളൊരു എക്സ്പീരിയൻസ് ഇവിടെ എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. We don't give the importance that is there, that there's so much to learn. ഇപ്പം കേരളത്തിൽ എസ്പെഷ്യലി we really feel that we can go up on the stage in a month or 2 months time. വന്ന് ചേരുന്നതിന് മുന്നേ അതാ ചോദിക്കുക. I don't think it is right. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടീനെ 10th പോയിട്ട് ആൻസർ ചെയ്യിപ്പിക്കൂലല്ലോ. എത്ര പഠിക്കാനുണ്ട്. അതുപോലെ ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്. ടു ഗെറ്റ് ദ ബോഡി ടു വർക്ക് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ടു ഗോ ഇൻ ഡീപ്പർ ഇൻ ടു ദാറ്റ്, ആ പോയട്രി, വാട്ട് തോട്ട്, ആ പോയട്രീൻ്റെ മീനിങ്, ദ വി ആർ ഹിസ്റ്ററി പഠിക്കണം, മാത്സ് വേണം, ജിയോഗ്രഫി വേണം, എവറിത്തിങ് കംസ് ഇൻ ഇറ്റ്. പണ്ടാണെങ്കിൽ ഞാൻ ഐ ഡിൻ തിങ്ക് ഇങ്ങനെ ഈ എല്ലാ സബ്ജക്ട്സും കണക്റ്റഡ് ആയി ഈ ഡാൻസിൽ എന്നുള്ളത്. ഞാനിവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 years ആയി. ഇവിടെ ഞാൻ ഓരോ വർഷവും കല്യാണം കഴിഞ്ഞൊക്കെ ബാക്കിലോട്ട് പോയാലും നമുക്ക് ഇവിടെ ഒരു തിരിച്ചു വരണം എന്നൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഡാൻസ് മാത്രമല്ല നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നത്, ലൈഫിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ആൻറ്റി നമ്മളെ ടീച്ച് ചെയ്യും. അല്ലാതെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു പോകും. 87 സ്കൂള് തുടങ്ങിയത്, സ്കൂളായിട്ട് രജിസ്റ്റർ ചെയ്ത് 87 തുടങ്ങി. 90 സെൻട്രൽ എക്സൈസിൻ്റെ ഒരു പ്രോഗ്രാം വന്ന്, അപ്പം ധരണി എന്ന് പറഞ്ഞിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, സ്കൂളായിട്ട് ഞാൻ വെറുതെ ക്ലാസ് കുട്ടിയൊക്കെ കൊടുക്കും. അപ്പോൾ അത് പറഞ്ഞ് അവരെ ഗസറ്റഡ് ഓഫീസേഴ്സ് പ്രോഗ്രാമിന് ഒരു നിങ്ങൾക്ക് ക്യാൻ യു പുട്ട് അപ്പ് എ ഷോ എന്ന് ചോദിച്ചിട്ട് ഒരു ഗസറ്റഡ് സൂപ്പറിൻറ്റൻഡൻറ്റ് മിസ്റ്റർ ഡേവിസ് കെയിം ടു ആസ്ക് മീ. അപ്പം ഞാൻ പറഞ്ഞു കുട്ടികൾ അലാരിപ്പ് വരെ പഠിച്ചിട്ട് ഒരു ഐറ്റം അല്ലാണ്ട് ഐ ക്യാൻ ഷോ ദ ഓഡിയൻസ് വാട്ട് ഗോസ് ബിഹൈൻഡ് ദ പെർഫോമൻസ്. അങ്ങനെ എക്സസൈസസ്, അടവുകൾ, മുദ്ര, ഹസ്താസ്, വിൽ ടോക്ക് അബൌട്ട് ദ ഡാൻസ് ഭരതനാട്യം ആൻഡ് ദെൻ സോർട്ട് ഓഫ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റീവ് തിങ്. അപ്പോൾ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞ് ദേ ആർ ഓൾ എഗ്രിയബിൾ ടു ഇറ്റ്, യെസ് വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞു. എന്താ പേരിടുക എന്ന് ചോദിച്ചു. ജസ്റ്റ് ഔട്ട്സൈഡ് ഹിയർ ഇൻ വരാൻഡ ഹി വാസ് സിറ്റിംഗ്. എന്ത് പേരിടും? എന്ത് കലാനികേതൻ, കലാനിലയം, അങ്ങനെ കലാകല. അപ്പം ഞാൻ അയ്യോ ഒന്നും വേണ്ട. എന്താ ശ്യാമള നൃത്യകല? ഞാൻ അയ്യോ വേണ്ട. ദെൻ വി വർ നോട്ട് കമ്മിങ്, ഒരു ഐഡിയയിലേക്കും വരുന്നില്ല. അപ്പോൾ ഡേവിസ് ചോദിച്ച് വീട്ടിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. വീട്ടിൻ്റെ പേര് ധരണി. എന്നാൽ ധരണി എന്ന് ഇടട്ടെ എന്ന് പറഞ്ഞു. ഐ ജസ്റ്റ് എഗ്രി ടു ഇറ്റ്, ധരണി. വേറെ ഒരു വിധത്തിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഇത് ധരണി ധരണി എന്നിടാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം ധരണി എന്നും പറഞ്ഞിട്ട് പ്രോഗ്രാം വന്നത് ഈ ടൗൺ ഹാളിൽ, എറണാകുളം ടൗൺ ഹാളിൽ for the central exercise. And there the children skirtum hastas കാണിച്ച് എക്സസൈസസ് യൂണിഫോമിൽ എക്സസൈസ് ചെയ്ത്, നോ മറ്റേ മേക്കപ്പും പൂവും അങ്ങനെയൊന്നും ഇല്ലാതെ ദേ ഷോഡ് എവറിത്തിങ് ആൻഡ് ഡിഡ് അപ് ടു അലാരിപ്പ്. അലാരിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് ദ 6th anniversary വി സെലിബ്രേറ്റഡ് ആശീർ ഭവനിലാണ് നമ്മൾ ചെയ്തത്. സോ ദ ചിൽഡ്രൻ പെർഫോം 6th anniversary. അപ്പോൾ അത് കണ്ടപ്പോൾ മിസ്റ്റർ ഇന്ദുശേഖർ ഹീ സെഡ് യു മസ്റ്റ് ഷോ ദിസ് ടു ഡിഫറെൻറ്റ്, ഇങ്ങനെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ പോലെ കാണിക്കണം എന്ന് പറഞ്ഞ്. സോ വി ഹാഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ജസ്റ്റ് ബിൽറ്റ് അപ്പ് ലൈക്ക് ദാറ്റ്. വി വെൻറ്റ് ഫോർ ടു എ ലോട്ട് ഓഫ് റോട്ടറി ക്ലബ്സ് ആൻഡ് ഓൾ ദ സ്കൂൾസ് ഇവിടെ ഉള്ള ഇതിൽ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ പോലെ കാണിച്ചു കൊടുത്ത്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ബിക്കം. ആൻഡ് ദെൻ ഇൻ 97 10th anniversary ആയിട്ട് വി തോട്ട് വിൽ ഇങ്ങനെ ഞാൻ വെറുതെ സജസ്റ്റ് ചെയ്ത് ഒരു ഫെസ്റ്റിവൽ പോലെ മെഡ്രാസിലെല്ലാം കൃഷ്ണഗാന സഭയിലെല്ലാം നടക്കുന്നത് പോലെ ഒരു ഫെസ്റ്റിവൽ പോലെ നടത്തുന്നിക്കൂടെ നമുക്ക്. ഇവിടെ ഇറ്റ് വാസ് മോർ ഓൺ തിയേറ്റർ, ഡ്രാമയല്ലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ധഞ്ജൻ സാർ എടുക്കാൻ ഞാൻ പോയിട്ട് അതിൻ്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ഏകദേശം കാശാവും. So he said about 2 to 3 or 4 lakhs, 2 to 3 lakhs വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ എവിടുന്ന് റേസ് ചെയ്യും? I was really sort of worried. അപ്പം ബീന കണ്ണൻ, her daughter and Beena, they were my students. So Beena said, ma'am, we are all there, miss, we'll all help, we'll do it as a festival എന്ന് പറഞ്ഞ്. അങ്ങനെ 4 ദിവസത്തെ ഫെസ്റ്റിവൽ ആദ്യം ധരണി കലോത്സവം എന്നും പറഞ്ഞ് 10th anniversary ഫൈൻ ആർട്സ് ഹാളിൽ പ്രോഗ്രാം നടത്തി. ധരണി ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ വർഷവും ഈ ഒരു കോവിഡിൻ്റെ സമയത്തല്ലാതെ ഓരോ വർഷവും നമുക്ക് ധരണി ഫെസ്റ്റിവൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെയാണ് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ അത് നമ്മൾക്ക് പരിചയപ്പെടാനാണ്. നമ്മളുടെ വേൾഡ് ജസ്റ്റ് ഈ ധരണിയും ജസ്റ്റ് നമ്മുടെ ഒരു എറണാകുളം അല്ലാതെ എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഇവിടുത്തെ ആൻറ്റി നമുക്ക് അവസരം ഉണ്ടാക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. നമുക്കൊരു അവസരം ഉണ്ടാവില്ല അവരെ പരിചയപ്പെടാനോ അങ്ങനെയുള്ള. അപ്പം അതാണ് കലോത്സവത്തിനെ പറ്റിയിട്ട്. നൗ വി ഹാവ് എ കലോത്സവം കമ്മിങ് ഓൺ November 4th, 5th and 6th. So that's it about that. We had Dungeon Sir group വന്നിട്ട് first day. The second day was Kiran Segal's Odyssey. From Delhi she came. Then third day Sucheta Chapekar from Pune, Dr. Sucheta Chapekar. She came and did Bharatanatyam.
And fourth day ഞാൻ മോഹിനിയാട്ടം. ആൻഡ് മൈ സ്റ്റുഡൻസ് ആ സമയമാകുമ്പോഴേക്ക് 2-3 കുട്ടികൾ 4 കുട്ടികൾ ഇല്ല 4 കുട്ടികൾ അരങ്ങേറ്റം ചെയ്തിരുന്നു. ഫുൾ റെപ്പറ്റോ എല്ലാവരും ഓരോരു ഇൻഡിവിജ്വലായിട്ട്. ഫസ്റ്റ് the person who did this, she's taken a doctorate now. She's a dance teacher in California, Elizabeth Mani. And the second was Babita and Mary എന്ന് പറഞ്ഞിട്ട് Babita George and Mary Adley ഡേവിസിൻ്റെ മകൾ. അവർ രണ്ടാളും കൂടിയിട്ട് സെക്കൻഡ് ചെയ്ത്. ആൻഡ് മൂന്നാമത്തെ അരങ്ങേറ്റം വാസ് ദറ്റ് ലിറ്റിൽ ഗേൾ ഐ ടോൾഡ് യു, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രസീല എന്ന് പറഞ്ഞേ. സോ പ്രസീല വിൽഫ്രിഡ ചെയ്ത്. അങ്ങനെ അവർ 3 അരങ്ങേറ്റം ചെയ്ത 3 യങ് ടാലൻ്റായിട്ട് ഈ ഫെസ്റ്റിവലിൽ വി പ്രസൻറ്റഡ് ഇറ്റ്. ആൻഡ് it was very sort of I couldn't believe it actually. A Delhi newspaper that had come here, they commented on the students who performed. Within this 10 years, seeing the senior students performance, we know Dharani has come of age. So that was a real encouragement for me to continue like this. ഒരു കുട്ടീനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് വിചാരിച്ച് ഇപ്പോൾ I've got so many of them not going in for any. ഇവിടെ ഉള്ള കുട്ടികൾ ഇതുവരെ it's now 35 years. This year is the 35th anniversary celebration. അപ്പോൾ 35 yearsൽ I have not sent a single child for competition, youth festival. I feel this is a prayer to God, and your whole thing is that you can't compete. We don't compete by praying I pray better or you pray better. എല്ലാവരും കോമ്പറ്റീഷൻ ലെവലിൽ എനിക്ക് നോക്കുന്നത് ഐ എം നോട്ട് വെരി ഹാപ്പി അബൌട്ട് whatever it is. So I feel maybe that is the reason I put my son in Rishi Valley, where J. Krishnamurti, the philosopher, is totally against any sort of competition. No, I don't think I want to mix up. അങ്ങനെ ഓരോരു ഇപ്പം നേച്ചറിൽ ദർ സോ മച്ച് ഓഫ് യൂണിറ്റി ഇല്ലേ, അടിയില്ല. ഓർ ദ മാംഗോ ട്രീ ഇസ് നോട്ട് ട്രൈങ് ടു ബിക്കം ലൈക്ക് എ കോക്കനട്ട് ട്രീ. ഒഡിസി പോലെ വെക്കുക, മോഹിനിയാട്ടം, ഭരതനാട്യം അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടില്ലേ. മാവ് തെങ്ങിനെ പോലെ ആക്കിയിട്ട് എനിക്ക് തേങ്ങ വേണ്ട കായ്ച്ചിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നേച്ചറിൽ ഹാർമണി ഉണ്ട്. നമ്മൾ എന്തിനാ ഹാർമണി എല്ലാം ഉണ്ടാക്കുന്നത്? ഐ ഫീൽ വെരി സാഡ്. നമ്മളിപ്പം ഹിപ്പ് ഹോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഒട്ടത്തേക്ക് ഇടുന്നത്. ഐ എം നോട്ട് എ പേഴ്സൺ ഫോർ ദോസ് തിങ്സ്. ജസ്റ്റ് ലീവ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ബി ആസ് ഇറ്റ് ഇസ്. അതിൻ്റെതായ സമയത്ത് ആ മ്യൂസിക്കിന് ഞാൻ എഗെയിൻസ്റ്റ് അല്ല. ഹിപ്പ് ഹോപ്പോ സൽസിയോ ഐ ബീൻ ഡൂയിങ് ഓൾ ദോസ് ഡാൻസസ് ഓൾസോ. ഷിപ്പിൽ സെയിൽ ചെയ്യുന്ന ടൈമിന് ട്വിസ്റ്റും ഷെയ്ക്കും അങ്ങനത്തെ എല്ലാ ഡാൻസ്. ഓൺലി വെൻ ഐ കെയിം ബാക്ക് to started learning at 34, ഭരതനാട്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഇന്ത്യൻനെസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആർക്ക് വേണ്ടിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ആ ശങ്കരാഭരണം മൂവീൻ്റെ അകത്ത് ആ പാട്ട് കർണാട്ടിക് മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെയും ആ ഡിഫറൻസിൽ ഇയാൾ കാണിച്ചതുപോലെയാണ്. അതിൻ്റെതായ ഗുണം അവിടെയുണ്ട്, ഇതിൻ്റെതായ ഗുണം ഇത് ഇവിടെയുണ്ട്. മറ്റേത് ഇപ്പോൾ ഈ സൽസ അതുപോലത്തെ എല്ലാം എനിബഡി ക്യാൻ ഡൂ ഇറ്റ് ആൻഡ് യു ക്യാൻ പിക്ക് ഇറ്റ് അപ്പ് ഫാസ്റ്റ്. ഇതിന് ഇയേഴ്സ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ്. ക്ലാസിക്കൽ ആർട്ട് ഫോം ആകുമ്പോൾ കൂടിയാട്ടത്തിനും അവർ പറയുന്നത് 2 years ആ ഫേഷ്യൽ എക്സ്പ്രഷൻ വരുത്താൻ, ഓരോരോ മസിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ എടുക്കുന്നത്. ആൻഡ് ഈവൻ ലേണിംഗ് ദം. ഇപ്പോൾ 7 yearsലാണ് ഞാൻ ഇവിടെ കുട്ടികളെ തുടങ്ങുന്നത്. 7 years കഴിഞ്ഞിട്ട് 7 years എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടി പോയിട്ട് 10th സ്റ്റാൻഡേർഡിലെ എക്സാം ആൻസർ ചെയ്യോ? Going and doing an Arangetram, full repertoire of Arangetram, it needs about 7-8 years. പിന്നെ ബാക്കിയുള്ള പാട്ടുകൾ എഴുതിയത് ഭക്തി പീരിയഡിലാണ്. ഇറ്റ്സ് ഓൺ the most of the songs are to God, seeing the Paramatma as a male, Jivatmas as female, and the the rest of the male or female illa. Everybody is Jivatma. ആ ജീവാത്മേൻ്റെ urge to merge with the Paramatma. That's the Indian philosophy. That brought out through the human hero, heroine, and who will lead you there? A guru.
a philosopher or a learned person. ആ പ്ലേസ് ഗുരുവിൻ്റെ സ്ഥാനം എടുക്കുന്നത് അന്ന് സഖി. സോ either you talk to പരമാത്മ indirectly or you go through your friend. ഇതെല്ലാം എങ്ങനെയാണ് ഞാനൊരു 7-8 വയസ്സുള്ള കുട്ടിയൊക്കെ what do you teach them about love? Love in the sense the Sringara love, not Rati love, not the Vatsalya, this thing. Love is there everywhere. But how do you teach them viraha, all those things? It's not something that they have experienced. But experience idu kayinittu kuttiyalilekku verthanum, that is what I feel. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഡാൻസ് നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഉള്ള വ്യത്യാസം, ഇവിടെ ഒരു ഹോംലി ഫീലിംഗ് ആണ്. ആൻറ്റി നമ്മളെ ശരിക്കും ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ അങ്ങനെ അല്ല ആൻറ്റി കാണുന്നത്. ആൻറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മളെ മക്കളെ പോലെയാണ് കാണുന്നത്. മക്കളെ പോലെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴക്ക് പറയും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ വഴക്ക് പറയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻറ്റി എന്നല്ല ഞങ്ങളുടെ നാക്ക് ശരിക്കും ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിലും അമ്മ എന്ന ഫീലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ എല്ലാം കുട്ടികളെ പരീക്ഷ ഇടാൻ പണി. പക്ഷേ ഇവിടെ എല്ലാ വർഷവും ഞങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പാഠങ്ങൾ, അതായത് പാട്ടാണെങ്കിലും ഡാൻസ് ആയാലും എക്സാമുകൾ നടത്തി അത് പരീക്ഷ എഴുതി, ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾക്ക് ശേഷം വീണ്ടും ഒരു പരീക്ഷ എഴുതുന്ന വളരെ പേടിയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും അത് അറ്റൻഡ് ചെയ്യുന്നത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എറണാകുളത്താണെങ്കിലും നമ്മൾ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസാണ്, ഔട്ടിങ്ങിന് വേണ്ടി ഒരുപാടുണ്ട്. പക്ഷേ സാറ്റർഡേ സൺഡേസ് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകുന്നത് അത്ര ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഇവിടെ കിട്ടുന്ന ഒരു സന്തോഷം, അത് ആ ഒരു റിലാക്സ് ഞങ്ങൾക്ക് വേറെങ്ങും കിട്ടാറില്ല. ഞാനിപ്പോൾ ധരണിയിൽ സ്റ്റുഡൻ്റായിട്ട് 3-4 മാസം ആവുന്നതേ ഉള്ളൂ. പക്ഷേ 3-4 മാസം എന്നതിലുപരി ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയത്, അനുഭവിക്കാൻ വേണ്ടി പറ്റിയത്. അതിൻ്റെ മെയിൻ റീസൺ നമ്മളെ ഗുരുവായ നമ്മുടെ ശ്യാമള മാം തന്നെയാണ്. ഞാൻ BA മ്യൂസിക് പഠിക്കുകയാണ് മഹാരാജ് കോളേജിൽ. അപ്പോൾ പാരലലി ഇവിടെ ഭരതനാട്യം പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഞാൻ മുന്നേ വേറെ സ്ഥലത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പം മുന്നത്തെ കാര്യങ്ങൾ സീനിയേഴ്സ് പറഞ്ഞിട്ടായാലും മുന്നേ പഠിച്ചവർ പറഞ്ഞിട്ടാണെങ്കിലും എല്ലാ കാര്യം കേട്ടിട്ടാണെങ്കിലും കേട്ടിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴുള്ളൊരു ടീച്ചർ ആൻറ്റിയുടെ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയാണെങ്കിലും അല്ലാതുള്ളൊരു ബിഹേവിയർ ആണെങ്കിലും നമുക്ക് ഒരു ഹോംലി ഫീൽ തന്നെയാണ്. എനിക്കിപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട്, ഞാൻ വടകരയാണ് എൻ്റെ വീട്. പക്ഷെ എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ഒരു മിസ്സിങ് ഇല്ല. കാരണം എനിക്കിവിടെ ആൻറ്റി അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ആയിട്ട് തന്നെ ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡെയിലി എപ്പോൾ ആൻറ്റി വന്നിട്ട് എനിക്ക് ഡൗട്ട്സ് ചോദിച്ചാലും എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ആൻറ്റി അവൈലബിൾ ആണ്. My aim is to change the people, to give the life into the people, to every individual that they can do. അത് വെറുതെ അയ്യോ എനിക്കത് പറ്റൂല അങ്ങനെയല്ലാതെ to make them understand what they want to do and they should be happy with what they are doing. അതേ ഉള്ളൂ. ഇപ്പം ഫെസ്റ്റിവലായിട്ട് നടത്തുന്നുണ്ട്. ഇത് ഈ കോവിഡ് കാലത്ത് ഫെസ്റ്റിവൽ നിർത്തി. ഫെസ്റ്റിവൽ തന്നെ കൊണ്ടാകുന്നത് ബിക്കോസ് ദർ വാസ് നോ ചിൽഡ്രൻ കുഡ് നോട്ട് സീ ഗുഡ് പ്രോഗ്രാംസ്, ഗുഡ് ആർട്ടിസ്റ്റിൻ്റെ. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. So I'm very happy, very blessed I feel, because all the children who come here now, they want to learn. More than going up on the stage, they are happy with learning the whole thing, the theory. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ ഡിപ്ലോമേൻ്റെ തുടങ്ങിയിട്ടുണ്ട്. So we do have 6 grades rather. 10 years ആയി കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാൻ പറ്റും. പ്രാഥമിക, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞിട്ട്. And they have to go deeper into the dance completely. വെറുതെ ഒരു പേരിനല്ല. I have not affiliated to anything. I want the standard to be high. I don't want the dance to come down to the level of the what should I say, the person who's taking the class. It should go up
ടു ദ യൂണിവേഴ്സിറ്റി ലെവൽ. ആ വിധത്തിലാണ് ഞാൻ എടുക്കുന്ന ക്ലാസ്. സോ that's the main thing. And I'm pretty old now, so I am handing over this to my students. So they are all taking over. Ee festival enna ippam varan ponna, we have a festival in November, on November 4th, 5th and 6th. 4th in the students in the 35th anniversary celebration, and on the 5th there is a mother, grandmother, Dr. Sucheta Chapekar ഞാൻ മെൻഷൻ ചെയ്ത നേരത്തെ. Sucheta Chapekar, her daughter Arundhati and her daughter Sagarika, 3 generations performing, and she's going to give a lecture demonstration on lecture interaction with the students on Sunday, the 6th of November. So I wanted her to give it to the students. ഇങ്ങനെ വലിയ ആൾക്കാർ വരുന്നത് അവർ വന്നിട്ട് ലെക്ചർ ചെയ്ത് കഴിഞ്ഞാൽ they'll get it, the students will interact with them. It's open to everybody. ഈ ഫെസ്റ്റിവൽ ഓപ്പൺ ആണ്, ലെക്ചർ ഇവിടെ തന്നെയാണ് ഈ ഹാളിൽ. ഇറ്റ് ഇസ് കം അപ്പ് വിതൗട്ട് മൈ പ്ലാനിങ്. ഇങ്ങനെ ഒരു ഹാള് ബിൽഡ് ചെയ്യുമോ ഒന്നുമില്ല. ദ ഹാൾ ഇസ് കം അപ്പ് ഓൺ ഇറ്റ്സ് ഓൺ. ദ സ്റ്റേജ് ഇസ് ദർ, വി ഹാവ് പ്രോഗ്രാംസ്. സോ വാട്ട് എവർ ഗോഡ് വാണ്ട്സ്, ഐ എം ജസ്റ്റ് എൻ ഇൻസ്ട്രുമെൻറ്റ്. That prayer that God make me an instrument of your peace, no, instrument. So he can do whatever he wants me to do. As long as I have energy, I will try and do it, and I'll pump energy into my students to see what it is, how it is, to see the values of life. That is my and the dautya adarikum Bhagavan, God is asking me to do it, so I'm doing that.